അസ്സലാമു ഞാൻ അമാനുള്ളപുത്രം ആന്ത്രോത്ത് ദ്വീപുകാരനാണ്. വോയേജ് ലക്ഷദ്വീപ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിപ്പോൾ ഉള്ള ബിത്ര ദ്വീപിലാണ്. അപ്പോൾ ബിത്ര ദ്വീപിൽ ഇപ്പോൾ നാളെ റമളാനാണ്. അപ്പോൾ റമളാന് മുന്നൊരുക്കമായിട്ട് ഇവർ കുറഞ്ഞ ആൾക്കാർ ഉസ്താദന്മാരും ഇവിടുത്തെ ജനങ്ങളൊക്കെ ചേർന്ന് ഓരോ പള്ളിയും വൃത്തിയാക്കുന്ന ഒരു പരിപാടിയുണ്ട്. കഴുകി വൃത്തിയാക്കി റമളാനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടി ഇവിടെ നടക്കുകയാണ്. ഏതായാലും അതിൻ്റെ കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അസ്സലാമു അപ്പോൾ ഈ നാട്ടിലെ ഖാദിയാണ് യാസീൻ ഉസ്താദ്. അപ്പോൾ ഉസ്താദ് ഒന്ന് ഈ പരിപാടി ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്നൊന്ന് വിശദീകരിക്കാമോ? Skssfന്റെ കീഴിൽ എല്ലാ വർഷവും ഇതുപോലെ റമളാൻ്റെ മുന്നോടിയായിട്ട് തത്ഹീർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ട് സ്റ്റേറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ച പ്രോഗ്രാമാണ്. എല്ലാ ദ്വീപിലും ഉണ്ടോ അപ്പോൾ ഈ പരിപാടികൾ പള്ളിയുമായി ബന്ധപ്പെട്ട് പള്ളിയുടെ ഇവിടെ വൃത്തിയാക്കി പള്ളിയുടെ അകമൊക്കെ കഴുകി വൃത്തിയാക്കും എല്ലാ പള്ളിയും ഇവിടെയുള്ള. ഇപ്പോൾ ബിത്ര ദ്വീപിൽ ഇപ്പോൾ നാല് പള്ളിയാണുള്ളത്. അപ്പോൾ 4 പള്ളിയും ശുദ്ധീകരിക്കും, ക്ലീൻ ചെയ്യും. റമളാനെ ഒന്ന് വരവേൽക്കാനുള്ള രീതിയിൽ തത്ഹീർ ശുദ്ധീകരിക്കൽ, അത് തന്നെ തത്ഹീർ അറബി വാക്ക്. അപ്പോൾ തത്ഹീർ എന്നാണ് ഈ പരിപാടിയുടെ പേര്. അപ്പോൾ Skssfതായ എല്ലാ ദ്വീപിലും ഇത് ചെയ്തു വരുന്നു. ഒരു വിങ് ഉണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി മറ്റുള്ള സേവനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിക്കായ എന്ന് പറയുന്ന ഒരാണ് ഇതിൻ്റെ പ്രോഗ്രാം അതിൻ്റെ കീഴിലുള്ള പ്രോഗ്രാം. അപ്പോൾ ഇത് എല്ലാ ദ്വീപിലും ഇതേപോലെ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ഏതായാലും നമുക്ക് ഇവിടുത്തെ ഈ കാഴ്ചകളിലേക്ക് വരാം. ബിത്ര ദ്വീപിൽ 4 പള്ളിയാണുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 4 പള്ളിയിൽ നിന്നും 3 പള്ളിയും വൃത്തിയാക്കി കഴിഞ്ഞു. ഇതിപ്പോൾ 4ാമത്തെ പള്ളിയാണ്, സിദ്ദീഖ് പള്ളി അല്ലേ? ഇവിടെ 4 പള്ളി അല്ലേ ഉള്ളത്? സിദ്ദീഖ് പള്ളി, പിന്നെ ജമാഅത്ത് പള്ളി, മെഹദീം പള്ളി, പിന്നെ പുറത്തെ പള്ളി. ഈ 4 പള്ളികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ബാക്കി മെഹദീം പള്ളിയും ജമാഅത്ത് പള്ളിയും പുറത്തെ പള്ളിയും വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോൾ ഇവിടെ സിദ്ദീഖ് പള്ളിയിൽ വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതോടെ പരിപാടി സമാപനമാണ് അല്ലേ? ഇൻഷാ അല്ലാഹ്. ഏതായാലും അല്ലാഹു ബർക്കത്തിലാകട്ടെ.